പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LDC ലെവലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി. ആൻസർ ഓപ്ഷൻ ബി ആണ് റാണി ഗൗരി പാർവതി ഭായ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് കീഴരൂർ ബോംബ് കേസ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ത്രികക്ഷി സഖ്യത്തിൽ അംഗങ്ങളിൽ ഉൾപ്പെടാത്തവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 3ഉം 4ഉം. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ഇതാണ് ചേരാത്തത്. എന്നാൽ ചേരുന്നവയാണ് ആസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി. കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ വന്നതും ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തതാണ് ശരിയല്ലാത്ത പ്രസ്താവന. എന്നാൽ ശരിയായ പ്രസ്താവനകൾ നോക്കാം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഇത് രണ്ടും ശരിയാണ്. ഭൂവൽക്കത്തിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മൊഹോറോവിക് വിച്ഛിന്നത. ചുവടെ തന്നിരിക്കുന്നവയിൽ കായാന്തരിക ശിലകൾക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം 4ഉം. മാർബിൾ, നൈസ്, സ്ലേറ്റ് ഇത് 3ഉമാണ് കായാന്തര ശിലകൾക്ക് ഉദാഹരണം. മാർബിൾ, നൈസ്, സ്ലേറ്റ്. താഴെ പറയുന്നവയിൽ ഡ്രംലിനുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 4. ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകളാണ് ഡ്രംലിനുകൾ എന്നതുകൊണ്ട് പറയുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതകൾ അനുസരിച്ച് ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണം തുടങ്ങിയ സംസ്ഥാനം, കൃഷിക്ക് വേണ്ടി ഒരു പ്രത്യേക ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ആംഗ്ലോ ഇന്ത്യൻ ജനതയുള്ള സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ആണ് കർണാടക. മൗലിംഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി ആണ് അരുണാചൽ പ്രദേശ്. താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച, സ്വാശ്രയത്വം. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1965. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. അതിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നികുതി നിരക്ക് കുറച്ചു. വിദേശ നാണയ വിപണി ഏറ്റെടുത്തു. ഇറക്കുമതി ചുങ്കം കുറച്ച്. കയറ്റുമതി ചുങ്കം നിർത്തലാക്കി. മുകളിൽ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് നബാർഡ്. നിലവിലുള്ള GST സ്ലാബുകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. 5% 12%. ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 123. ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ് ശരി. ഭരണഘടനയിൽ പുതുതായി 21A വകുപ്പ് കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ 45ാം വകുപ്പിൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും
വിദ്യാഭ്യാസവും കൊടുക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് വ്യവസ്ഥ ചെയ്തു. ഇത് രണ്ടും ശരിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 1. 6 വർഷം അഥവാ 65 വയസ്സാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി. ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2, 4, 5. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം ഈ 4 വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഏപ്രിൽ 24. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. 1993 ഡിസംബർ 3-ാം തീയതി നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മുഖ്യമന്ത്രി. ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിക്ക് രൂപം നൽകിയത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ദിരാ ആവാസ് യോജന. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 243I. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 3 ശരിയാണ്. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് പദ്ധതി രൂപീകരിക്കണം. സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പിലാക്കൽ. ഗവേഷണം, അവബോധ പരിപാടികൾ, വിഭവ സമാഹരണം 3 പ്രസ്താവനകളും സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുമായി ശരിയാണ്. ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വെസ്റ്റിബുലർ നാഡി. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2 തെറ്റാണ്. ശരിയായിട്ടുള്ളത് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. ഇത് രണ്ടും ശരിയാണ്. ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൈപ്പോതലാമസ്. താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ക്ഷയരോഗം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 2. ജീവകം ഡി ആണ് ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം. മാലിയസ്, ഇൻകസ്, ടേപ്പിസ് എന്നിവ ഏത് ഭാഗത്ത് കാണപ്പെടുന്ന അസ്ഥികളാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ചെവിയിലെ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, ടേപ്പിസ്. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ വർത്തുള ചലനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 3-ാമത്തത്. തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം അതാണ് വർത്തുള ചലനം അല്ലാത്തത്. എന്നാൽ ജൈന്റ് വീൽ കറങ്ങുന്നത്, ചക്കിനു ചുറ്റും കാളയുടെ ചലനം, കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിന്റെ ചലനം ഇത് 3ഉം വർത്തുള ചലനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1, 2, 4. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് ജലം. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അലുമിനിയമാണ് ഈ ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നവയാണ് ഇരുമ്പ്, കാർബൺ, ക്രോമിയം.
സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകം? ആൻസർ ഓപ്ഷൻ സി ആണ്. ഹീലിയമാണ് സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. ഭിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ്. ഫിനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. വാദ്യോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പാഠകം. ഖേൽ രത്ന പുരസ്കാരം നേടിയ റാണി റാംപാലിന്റെ കായിക ഇനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹോക്കി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടി.ഡി. രാമകൃഷ്ണന്റെ കൃതികളിൽ ഉൾപ്പെടാത്തവ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം. എന്നാൽ ഉൾപ്പെടുന്നവയാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, ആൽഫ. ഇത് രണ്ടും ഉൾപ്പെടുന്നവയാണ്. ടി.ഡി. രാമകൃഷ്ണന്റെ കൃതികളാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, ആൽഫ. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിൽ നിനക്കാത്മശാന്തി, ഇത് നിന്റെ ചരമ ശുശ്രൂഷയ്ക്ക്, ഹൃദയത്തിലെന്നെക്കുറിച്ച് ഗീതം. ഈ വരികൾ ആരെഴുതിയതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ONV. ചുവടെ തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 4. പ്രാചീന മലയാളമാണ് തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിൽ ഉൾപ്പെടുന്നവ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. വേർഡ് പ്രോസസർ, ഡേറ്റാബേസ് പാക്കേജ്. ഇത് രണ്ടുമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിൽ ഉൾപ്പെടുന്നത്. കേബിൾ TV ശൃംഖല ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്. മാൻ അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സ്പാർക്ക്. താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, അതാണ് ആ പരിധിയിൽ വരാത്തത്. എന്നാൽ വരുന്നവയാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ, 15 വർഷം പഴക്കമുള്ള രേഖകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ. SC/ST അട്രോസിറ്റീസ് നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1990 ജനുവരി 30. സെക്ഷൻ 274 പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3. മരുന്നുകളിൽ മായം ചേർക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 274 പ്രതിപാദിച്ചിരിക്കുന്നത്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി? ആൻസർ ഓപ്ഷൻ ബി ആണ്. 18 വയസ്സിൽ താഴെ. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ാമത്തേതാണ് തെറ്റായ പ്രസ്താവന. എന്നാൽ ശരിയായിട്ടുള്ളത് നോക്കാം. മജിസ്ട്രേറ്റിന് നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ്. ഉത്തരവിന്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിന്റെ സാധ്യതകൾ പഠിക്കാൻ വേണ്ടിയുള്ള സമിതിയുടെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ എ ആണ്. രാംനാഥ് കോവിന്ദ്. 2023 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മോഹൻ ബഗാൻ സൂപ്പർ ജെയിന്റ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം? ആൻസർ ഓപ്ഷൻ എ ആണ്. ആദിത്യ L1. ആദിവാസി ഗ്രാമങ്ങളെ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്തിടെ ബിർസ മുണ്ട റോഡ് സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മഹാരാഷ്ട്ര. ഫിഫ വനിതാ ലോകകപ്പ് 2023 ജേതാക്കൾ? ആൻസർ ഓപ്ഷൻ എ ആണ്. സ്പെയിൻ. ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. രുചിര കാംബോജ്. 2023 ലോക തണ്ണീർത്തട പ്രമേയം? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ. എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ അവതരിപ്പിച്ച പദ്ധതി?
ആൻസർ ഓപ്ഷൻ എ ആണ് നേർക്കാഴ്ച. ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള 2023 സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ് പെരുമ്പടപ്പ് മലപ്പുറം. കേരള ഹൈക്കോടതിയുടെ 38ാം ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് ആശിഷ് ജെ ദേശായി. 38ാമത് ചീഫ് ജസ്റ്റിസാണ്. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് 2023 ജൂലൈ 18. കുറ്റവാളികൾക്ക് വളരെ വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കുന്നതിന് ഓപ്പറേഷൻ കൺവിക്ഷൻ എന്ന പദ്ധതി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ്. 2023 ചമ്പക്കുളം മൂലം വള്ളംകളി ട്രോഫി നേടിയത്. ആൻസർ ഓപ്ഷൻ എ ആണ് നടുഭാഗം ചുണ്ടൻ. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമയാണ് എമർജൻസി? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ദിരാഗാന്ധി. മലയാള കവിതയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രഭാവർമ്മ. ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മൊധേര. വിദ്യാഭ്യാസത്തിനായി സഹർഷ് എന്ന പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ആണ് ത്രിപുര. 2023 53ാമത് ലോക സാമ്പത്തിക ഫോറം വാർഷിക സമ്മേളനം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ് ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കെ രാധാകൃഷ്ണൻ. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ് നേത്രി. മൺകലം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം, അതാണ് മൺകലം. കാറ്റു വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല, ഇവിടെ ഘടകപദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2. എങ്കിലും എന്നതാണ് ഈ സെന്റൻസിലെ ഘടകപദം എന്ന് പറയുന്നത്. കാറ്റു വീശി എങ്കിലും ഇല പൊഴിഞ്ഞില്ല. അപരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് അഗ്രജൻ. ചെമ്പ് പ്ലസ് ഏട് ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ചെപ്പേട്. ചെപ്പേടാണ്. ചെമ്പ് പ്ലസ് ഏട് എന്ന് എഴുതുമ്പോൾ നമുക്ക് ചെപ്പേട് എന്നാണ് ലഭിക്കുന്നത്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അവർകൾ. തക്ക സമയത്ത് ചെയ്യുക എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നതാണ് തക്ക സമയത്ത് ചെയ്യുക. താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായപദമായി വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കച്ചപം. ഒറ്റപ്പദം അയക്കപ്പെട്ടവൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രേഷിതൻ. പ്രേഷിതനാണ് അയക്കപ്പെട്ടവൻ എന്നതിന്റെ ഒറ്റപ്പദം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നിർച്ചരി. അടുത്തത് ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോവിങ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ സെന്റൻസ് ആണ് ശരിയായിട്ടുള്ളത്. ഇറ്റ് ഹാസ് എ ലോങ് പോയിന്റഡ് സ്റ്റെം വിത്ത് ടൈനി പിങ്ക് ഫ്ലവേഴ്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബിറ്റ്വീനും അമോങ്ങും. അപ്പോൾ ചേർത്ത് പറയുമ്പോൾ ദ ടീച്ചർ ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് ബിറ്റ്വീൻ ലാവണ്യ, രേഷ്മ ആൻഡ് ശിവ. സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ among the world cricket players. These photos show all the people dash we must on holiday. Answer option that ആണ്. ഓപ്ഷൻ ബി ആണ് that. These photos show all the people that we must on holiday. Ravi is not so generous as Ram. Convert into comparative degree. Answer option B ആണ്.
Ram is more generous than Ravi. You dash as if you have been running. He walked as if he dash a millionaire. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലുക്ക് വെയർ ആണ് അവിടെ ചേർക്കാനുള്ളത്. യു ലുക്ക് ആസ് ഇഫ് യു ഹാവ് ബീൻ റണ്ണിങ്. ഹി വാക്ക്ഡ് ആസ് ഇഫ് ഹി വെയർ എ മില്യനെയർ. മാച്ച് കറക്റ്റ് ആന്റോണിംസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇൻഡോലന്റ് ആക്റ്റീവ് ആണ്. ലുണാറ്റിക് സെയിൻ ആണ്. ഫീബിൾ സ്ട്രോങ് ആണ്. ഫിൽത്തി ക്ലീൻ ആണ്. ദ ഇഡിയം റൈഡ്സ് ദ ഹൈ ഹോഴ്സ് മീൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫീൽ പ്രൗഡ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹാങ്ങിങ് ഔട്ടും ഹാങ് ഓണും. ദേ സ്പെൻഡ് ദ ഹോൾ ഡേ ഹാങ്ങിങ് ഔട്ട് ബൈ ദ പൂൾ. ഹാങ് ഓൺ പ്ലീസ്, ഐ വിൽ ബി വിത്ത് യു ഇൻ ജസ്റ്റ് എ മൊമെന്റ്. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്. സെലിബസി. അബ്രിവേഷൻ ഓഫ് സിം. ആൻസർ ഓപ്ഷൻ സി ആണ്. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. അടുത്ത 10 ക്വസ്റ്റ്യൻ മാത്സ് ഭാഗത്തു നിന്നുള്ളതാണ്. അതിൻ്റെ ചോദ്യങ്ങളും സൊല്യൂഷനും ടെലഗ്രാം പാഠപുസ്തകം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.